ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. 3 തരം അക്കൗണ്ട്സുകളാണുള്ളത്. ഒന്ന് റിയൽ അക്കൗണ്ട്, 2 പേഴ്സണൽ അക്കൗണ്ട്, മൂന്നാമത്തത് നോമിനൽ അക്കൗണ്ട്. ഇങ്ങനെ 3 തരം അക്കൗണ്ടുകളാണുള്ളത്. ഒന്ന് റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, മൂന്നാമത്തത് നോമിനൽ അക്കൗണ്ട്. ഇനി ഒന്നാമത് നോക്കാം, റിയൽ അക്കൗണ്ട്. എന്താണ് റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിയൽ അക്കൗണ്ട്സ് ആർ അക്കൗണ്ട്സ് റിലേറ്റഡ് ടു പ്രോപ്പർട്ടീസ് ആൻഡ് അസറ്റ് വിച്ച് ആർ ഓൺഡ് ബൈ ബിസിനസ് കൺസേൺ. നമ്മുടെ ബിസിനസ് സ്ഥാപനം സ്വന്തമാക്കിയിട്ടുള്ള പ്രോപ്പർട്ടികളും ആസ്തികളും അടങ്ങിയിട്ടുള്ള അക്കൗണ്ടുകൾ പറയുന്ന പേരാണ് റിയൽ അക്കൗണ്ട്. അപ്പോൾ ഈ റിയൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ബിസിനസ് സ്ഥാപനത്തിലുള്ള പ്രോപ്പർട്ടികളും അതുപോലെ അസറ്റുകളും ആയി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടുകളാണ് റിയൽ അക്കൗണ്ട് എന്ന് പറയാം. റിയൽ അക്കൗണ്ട് ഇൻക്ലൂഡ് ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ അക്കൗണ്ട്. അപ്പൊ റിയൽ അക്കൗണ്ടിൽ ടാഞ്ചിബിൾ ആയിട്ടുള്ളതും ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റുകൾ അടങ്ങിയിട്ടുള്ള അക്കൗണ്ടുകളാണ് ഈ റിയൽ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കാം. എക്സാമ്പിൾ നോക്കാം, ലാൻഡ്, ബിൽഡിംഗ്, ഗുഡ്വിൽ, ക്യാഷ് എക്സെട്ര. ഫർണിച്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ്, ആസ്തികളാണ്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ എന്താണ്, റിയൽ അക്കൗണ്ടിലാണ് നമ്മൾ രേഖപ്പെടുത്തുക. അപ്പൊ റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തു വെക്കേണ്ടത് സ്ഥാപനത്തിന്റെ പ്രോപ്പർട്ടികളും ആസ്തികളും ഒക്കെ അടങ്ങിയിട്ടുള്ള അക്കൗണ്ടുകളാണ് എന്ത്, റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്സാമ്പിൾ ആണ് ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ, ഗുഡ്വില്, മിഷനറി, ക്യാഷ് എക്സെട്ര. ഓക്കെ, ഇനി ഇതിന്റെ ഡെബിറ്റ് ക്രെഡിറ്റ് റൂൾ നോക്കാം. ഡെബിറ്റ് ക്രെഡിറ്റ് റൂൾ ആണ്. അപ്പോ റിയൽ അക്കൗണ്ട് ഡെബിറ്റ് റൂൾ എന്താണ്, വാട്ട് കംസ് ഇൻ, എന്താണ് വരുന്നത് അതിനെന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. ക്രെഡിറ്റ് അറിയുമ്പോൾ അതിന്റെ റൂൾ എന്താണ്, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, സ്ഥാപനത്തിൽ എന്താണ് പോകുന്നത് അതിനെന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. അപ്പോ റിയൽ അക്കൗണ്ടിന്റെ റൂൾ എന്ന് പറഞ്ഞാല് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പൊ സ്ഥാപനത്തിലോട്ട് എന്താണോ വരുന്നത്, ആസ്തി ആയിക്കാണ്ട് അസറ്റ് ആയിട്ട് എന്താണ് എന്തെങ്കിലും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിനെന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു അസറ്റ് എന്താണ് സ്ഥാപനത്തിൽ പോവുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യുക, ക്രെഡിറ്റും ചെയ്യുക. അതാണ് റിയൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഡെബിറ്റ് ക്രെഡിറ്റ് റൂള്. അപ്പൊ ഡെബിറ്റ് റൂള് വരുന്നത് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് റൂള് വാട്ട് ഗോസ് ഔട്ട്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. എ മിഷനറി ഈസ് പർച്ചേസ്ഡ്. ഒരു മിഷനറി നമ്മൾ എന്ത് ചെയ്യണം, സ്ഥാപനത്തിലോട്ട് വാങ്ങിക്കുകയാണ് ഫോർ ക്യാഷ്. എ മിഷനറി ഈസ് പർച്ചേസ്ഡ് ഫോർ ബിസിനസ് ഫോർ ക്യാഷ്. ബിസിനസ് സ്ഥാപനം എന്ത് ചെയ്യാണ്, ഒരു മിഷനറി വാങ്ങിക്കുകയാണ്. എന്തിനാണ് വാങ്ങിക്കുന്നത്, ക്യാഷിന് വാങ്ങിക്കുകയാണ്. അപ്പൊ അങ്ങനെ വാങ്ങിക്കുമ്പോൾ ഈ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അസറ്റ് ആണ്. മിഷനറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അസറ്റ് ആണ്. അപ്പൊ ഇവിടെ ഏത് അസറ്റ് ആണ് സ്ഥാപനത്തിലോട്ട് വരുന്നത്, വാട്ട് കംസ് ഇൻ, ഏതാണ് സ്ഥാപനത്തിലോട്ട് വരുന്നത് നോക്കുക. ഏത് ആണ് ഇവിടെ വാങ്ങിക്കുന്ന സമയത്ത് വരുന്നത്, മിഷനറി ആണ് സ്ഥാപനത്തിലോട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ മിഷനറി എന്ത് ചെയ്യണം, മിഷനറിന് എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. മറ്റൊരു അസറ്റ് ഉണ്ടായിരുന്നു ക്യാഷ് എന്താണ്, സ്ഥാപനത്തിൽ പോകുകയാണ് അല്ലെ, അതൊരു അസറ്റ് ആണ്. വാട്ട് ഗോസ് ഔട്ട്, എന്താണ് പോകുന്നത് അതിനെന്ത് ചെയ്യുക, ക്രെഡിറ്റും ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് വരിക, മിഷനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. മിഷനറി എന്താണ്, സ്ഥാപനത്തിലോട്ട് വരികയാണ്, അതുകൊണ്ട് അതിനെന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. ക്യാഷ് എന്താണ്, സ്ഥാപനത്തിൽ പോകുകയാണ്, അതിനെന്ത് ചെയ്യുക, ക്രെഡിറ്റും ചെയ്യുക. അപ്പൊ മിഷനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, അതാണ് എൻട്രി വരിക. ഓക്കെ, ഇനി അപ്പോ റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനത്തിന്റെ പ്രോപ്പർട്ടിയും അതുപോലെ അസറ്റുമായി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടുകളാണ് റിയൽ അക്കൗണ്ട്. അവിടെ റൂള് വരുന്നത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, അതുപോലെ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് ആണ്. അപ്പൊ അത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ അക്കൗണ്ട് ആണ് പേഴ്സണൽ അക്കൗണ്ട് അല്ലെ. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, റിലേറ്റ് ടു ദ പേഴ്സൺ, വ്യക്തികളുമായി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടുകൾ പറയുന്ന പേരാണ് പേഴ്സണൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. പേഴ്സണൽ അക്കൗണ്ട്സ് ഇൻക്ലൂഡ് സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ് ആൻഡ് ലെൻഡേഴ്സ് അല്ലെ. നമുക്ക് കടം തരുന്ന വ്യക്തികള്, അതുപോലെ സാധനങ്ങൾ റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന വ്യക്തികൾ ആയിരിക്കും, അതുപോലെ നമ്മള് ഡീൽ ചെയ്യുന്ന കസ്റ്റമേഴ്സ്, ഇവരൊക്കെ പേരുകളായിരിക്കും എന്ത് ചെയ്യുക, ഈ ഒരു പേഴ്സണൽ അക്കൗണ്ട് ഇൻവോൾവ് ചെയ്യുക. ഇപ്പോ ചിലപ്പോ നമ്മള് അക്കൗണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എക്സ് കമ്പനി, എക്സ് ലിമിറ്റഡ്, വൈ ലിമിറ്റഡ് എന്ന് കാണാനുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, കമ്പനി ആണെങ്കിൽ എന്ത് ചെയ്യും, അവരുടെ പേരൊക്കെ ഏതിൽ വരണം, ഏത് അക്കൗണ്ടിൽ അഡില വരിക, പേഴ്സണൽ അക്കൗണ്ടിലാണ് വരിക. അപ്പൊ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ വ്യക്തികളുമായി ബന്ധപ്പെട്ടാണ്. വ്യക്തികളാകാം, അത് കമ്പനികളുടെ പേരൊക്കെ ആകാം. ഓക്കെ, അത് സപ്ലയേഴ്സ് ആകാം, കസ്റ്റമേഴ്സ് ആകാം, ലെൻഡേഴ്സ് ആകാം. ഇനി പേഴ്സണൽ അക്കൗണ്ട് ഡെബിറ്റ് ക്രെഡിറ്റ് റൂൾ നോക്കാം. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. അപ്പോ റിസീവ് ചെയ്യുന്നവർ എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. അതുപോലെ എന്ത് ചെയ്യണേ, അത് കൊടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, ക്രെഡിറ്റും ചെയ്യുക. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഇഫ് വിജയ് മേക്സ് എ പേയ്മെന്റ് ടു മുരുകൻ. വിജയ് എന്ത് ചെയ്യണേ, മുരുകന് പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ, അതായത് വിജയ് എന്നുള്ള വ്യക്തി എന്ത് ചെയ്യണേ, മുരുകന് എന്തെങ്കിലും പേയ്മെന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ക്യാഷ് ആയിട്ടായിരിക്കും പേയ്മെന്റ് കൊടുക്കുക. അപ്പൊ പേയ്മെന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ
മുരുകൻ അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് ഇൻ വിജയ്സ് ബുക്ക്. വിജയിന്റെ ബുക്കിൽ, അതായത് വിജയ് എന്ത് ചെയ്യാണ്, മുരുകന് പേയ്മെന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയിന്റെ ബുക്ക് എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, വിജയിന്റെ ബുക്കിൽ എന്ത് ചെയ്യണം, മുരുകൻ അക്കൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യണം, പേയ്മെന്റ് കൊടുക്കുകയാണല്ലോ. അപ്പൊ അവിടെ ആരാണ് റിസീവ് ചെയ്യുന്നത്, മുരുകനാണ് റിസീവ് ചെയ്യുന്നത്. അപ്പൊ മുരുകൻ അക്കൗണ്ട് എന്ത് ചെയ്യണം, അവിടെ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ വളരെയധികം ശ്രദ്ധിക്കുക, കൺഫ്യൂഷൻ ഉണ്ടായത്. വിജയ് എന്ത് ചെയ്യാണ്, മുരുകന് ക്യാഷ് കൊടുക്കുകയാണ്, പേയ്മെന്റ് കൊടുക്കുകയാണ്. അങ്ങനെ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വിജയിന്റെ ബുക്ക് എടുക്കുക, അതായത് വിജയിന്റെ ബിസിനസ് സ്ഥാപനത്തിൽ വിജയിന്റെ ബുക്ക് എടുക്കുകയാണ്. അപ്പോ ഇവിടെ ഇതൊരു വ്യക്തിയാണല്ലോ, മുരുകന് നമ്മൾ ക്യാഷ് കൊടുക്കും, മുരുകന് വ്യക്തിയാണ്. ആ മുരുകൻ എന്ത് ചെയ്യണം, പേഴ്സണൽ അക്കൗണ്ട് ആണ്. പേഴ്സണൽ അക്കൗണ്ട് പ്രകാരം അവിടെ റൂൾ എന്താണ്, ഡെബിറ്റ് ദ റിസീവർ. റിസീവ് ചെയ്യുന്ന വ്യക്തി ആരാണോ അവരെന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. അപ്പൊ വിജയിന്റെ ബുക്ക് നോക്കുകയാണെങ്കിൽ വിജയ് ക്യാഷ് കൊടുത്ത് മുരുകനാണ്, മുരുകൻ അത് റിസീവ് ചെയ്തു. അതുകൊണ്ട് മുരുകൻ എന്ത് ചെയ്യണം, വിജയിന്റെ ബുക്കിൽ എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. കാരണം അയാളാണ് എമൗണ്ട് റിസീവ് ചെയ്യേണ്ടത്. ഇനി എന്ത് ചെയ്യണം, മുരുകന്റെ ബുക്കില് അല്ലെ ആരാണ് തന്നത്, അവര് തന്നത് ആരാണ്, വിജയ് ആണ്. വിജയ് തന്നുകൊണ്ട് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ദ ഗിവർ ആണ്. തന്ന വ്യക്തികൾ എന്ത് ചെയ്യണം, മുരുകന്റെ ബുക്കിൽ, മുരുകന്റെ ബുക്ക് എടുക്കുകയാണെങ്കിൽ തന്ന വ്യക്തി ആരാണ് അവരെന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. ക്രെഡിറ്റ് ദ ഗിവർ എന്നാണ് റൂള്. ഓക്കെ. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട പറഞ്ഞാല് വിജയിന്റെ ബുക്ക് ആണെന്നുണ്ടെങ്കിൽ വിജയിന്റെ ബുക്കിലാണ് മുരുകൻ എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. അതുപോലെ എന്ത് ചെയ്യണം, മുരുകന്റെ ബുക്കിൽ എന്ത് ചെയ്യണം, വിജയൻ എന്ത് ചെയ്യണം, ക്രെഡിറ്റും ചെയ്യണം. ഓക്കെ, അത് ഓർത്തു വെക്കുക. അപ്പൊ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികളുമായി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടുകളാണ് പേഴ്സണൽ അക്കൗണ്ട്. അത് സ്ഥാപനങ്ങളുടെ പേരാകാം, വ്യക്തികളുടെ പേരൊക്കെ ഇൻവോൾവ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ റൂൾ വരുന്നത് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഇനി അടുത്തതാണ് നോമിനൽ അക്കൗണ്ട്. മൂന്നാമത്തെ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട്സ് ആർ അക്കൗണ്ട്സ് വിച്ച് റിലേറ്റ് ടു ദ ഇൻകം ആൻഡ് എക്സ്പെൻസസ് ആൻഡ് ഗെയിൻസ് ആൻഡ് ലോസസ് ഓഫ് ബിസിനസ് കൺസേൺ. ബിസിനസ് സ്ഥാപനത്തിന്റെ എല്ലാ വരുമാനവും ചെലവുകളും അതുപോലെ എല്ലാ ഗെയിൻസും അതുപോലെ എല്ലാ നഷ്ടങ്ങളൊക്കെ ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടുകളാണ് നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാല്. അതായത് സ്ഥാപനത്തിന് ഇൻകംസ് ആൻഡ് എക്സ്പെൻസുകൾ ഉണ്ടാകും, അതുപോലെ ഗെയിൻസ് ആൻഡ് ലോസസ് ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടുകളാണ് നോമിനൽ അക്കൗണ്ട്സ്. ഫോർ എക്സാമ്പിൾ സാലറി അക്കൗണ്ട്, ഡിവിഡന്റ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട് തുടങ്ങിയതൊക്കെയാണ് എന്ത്, നോമിനൽ അക്കൗണ്ട്. ഓക്കെ. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ഥാപനത്തിന്റെ ഇൻകംസ് ആൻഡ് എക്സ്പെൻസും ഗെയിൻസ് ആൻഡ് ലോസസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോമിനൽ അക്കൗണ്ട് ആയിരിക്കും. ഓക്കെ. ഡെബിറ്റ് ക്രെഡിറ്റ് റൂൾ നോക്കാം. ഡെബിറ്റ് റൂൾ ആണ് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. എല്ലാ എക്സ്പെൻസിനും ലോസിനും എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. സ്ഥാപനത്തിലുള്ള എല്ലാ ചെലവുകളെയും നഷ്ടങ്ങളും എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. അതേസമയം ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. എല്ലാ ഗെയിൻസിനും അതുപോലെ എന്ത് ചെയ്യുക, എല്ലാ ഇൻകംസിനും എന്ത് ചെയ്യുക, നമ്മൾ ക്രെഡിറ്റും ചെയ്യുക. ഓക്കെ. അപ്പോ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ സാലറി പെയ്ഡ് ടു എംപ്ലോയീസ്. എംപ്ലോയീസിന് സാലറി കൊടുക്കുകയാണ്, എംപ്ലോയീസിന് സാലറി കൊടുത്തു, ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഇവിടെ ഈ ഒരു ഇതിൽ എന്താണ്, സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സാലറി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഒരു എക്സ്പെൻസ് ആണ് അല്ലെ. കാരണം അവരുടെ സർവീസ് റെൻഡർ ചെയ്തതിന് അവർക്ക് എന്ത് കൊടുക്കണം, പ്രതിഫലം കൊടുക്കണം. അപ്പൊ സാലറി സ്ഥാപനം സംബന്ധിച്ച് എന്താണ്, അതൊരു എക്സ്പെൻസ് ആണ്. അപ്പൊ അങ്ങനെയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു റൂൾ പ്രകാരം സാലറി നല്ല എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് എന്ത് അക്കൗണ്ട് ആണ്, നോമിനൽ അക്കൗണ്ട് ആണ്. ഈ ഒരു റൂൾ പ്രകാരം എന്ത് ചെയ്യണം, സാലറിന് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. കാരണം അതെന്താണ്, ഒരു എക്സ്പെൻസ് ആണ്. അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് പിന്നെന്താണ്, സാലറി കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, എന്തായിട്ടാണ് കൊടുക്കുക, ക്യാഷ് ആയിട്ടാണ് കൊടുക്കുക. സാലറി അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് എന്നാണ് സാധാരണ ഉണ്ട് വരിക. അപ്പൊ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു റിയൽ അക്കൗണ്ട് ആണ്. റിയൽ അക്കൗണ്ടിൽ എന്താണ്, ക്യാഷ് എന്താണ്, സ്ഥാപനത്തിൽ പുറത്തേക്ക് പോവുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, അതിനെന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ ചിന്തിക്കുക. അതായത് നമ്മളൊരു കാര്യം പറയുമ്പോൾ എല്ലാതും കൂടി എന്തല്ല, അത് നോമിനൽ അക്കൗണ്ടിൽ വരുന്ന കാര്യങ്ങളല്ല. ഓരോ ഐറ്റം സാലറി എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ്പെൻസ് ആണ്. ആ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നോമിനൽ അക്കൗണ്ട് ആണ്. മറ്റെന്താണ്, ക്യാഷ് ആണ്. ക്യാഷ് എന്ന് പറയുമ്പോൾ എന്താണ്, റിയൽ അക്കൗണ്ട് ആണ്. റിയൽ അക്കൗണ്ടിൽ എന്താണ്, ക്യാഷ് എന്താണ്, സ്ഥാപനം പുറത്തേക്ക് പോകുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ എല്ലാ റൂളും എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്താണ് വരിക. ഓക്കെ. അതായത് ഒരു ഐറ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു എൻട്രി ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും, അത് നമ്മൾ അത് കണക്ട് ചെയ്തുകൊണ്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോ നോമിനൽ അക്കൗണ്ടിൽ റൂൾ വരുന്നത് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻ. ഇനി വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഈ നോമിനൽ അക്കൗണ്ടിന് ഈ ഫ്രണ്ട് ഈസ് റിസീവ്ഡ്, റെന്റ് റിസീവ് ചെയ്യുകയാണ്. ഓക്കെ. ഈ റെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് നോമിനൽ അക്കൗണ്ടിൽ വരുന്നതാണ് അല്ലെ. നമുക്ക് സ്ഥാപനത്തിൽ റെന്റ് റിസീവ് ചെയ്യാറുമ്പോൾ സ്ഥാപനത്തിൽ എന്താണ്, അതൊരു ഇൻകം ആണ് അല്ലെ, സ്ഥാപനത്തിലെ ഒരു വരവാണ്. അപ്പൊ അങ്ങനെ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ റെന്റിന് എന്ത് ചെയ്യണം, നമുക്ക് എന്തായിട്ടാ കിട്ടുക, ക്യാഷ് ആയിട്ട് കിട്ടുക അല്ലെ, ക്യാഷ് ആയിട്ടാണ് കിട്ടുക. അപ്പൊ ക്യാഷ് എന്ന് പറയുമ്പോൾ റിയൽ അക്കൗണ്ട് ആണ്. റിയൽ അക്കൗണ്ടിൽ ക്യാഷ് സ്ഥാപനത്തിലോട്ട് എന്താണ്,
നമ്മള് വരികയാണെന്നുണ്ടെങ്കിൽ വാട്ട് കംസ് ഇൻ അല്ലെ, വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിനെന്ത് ചെയ്യണം, നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ റെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ടിൽ അതെന്താണ്, റെന്റ് റിസീവ് ചെയ്തതായതുകൊണ്ട് അതിനെന്ത് ചെയ്യണം, നമ്മൾ എല്ലാ ഇൻകംസ് ആൻഡ് ഗെയിൻസ് ആണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് നമ്മൾ എന്ത് ചെയ്യണം, റിസീവ് ചെയ്യുന്നത് കൊണ്ട് അതിനെന്ത് ചെയ്യണം, ക്രെഡിറ്റും ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കുക. അപ്പൊ അത് മറക്കാൻ പാടില്ല. അപ്പോ ഇനി ഇതിന്റെ ഒരു പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പട്ടികയായിട്ട് കൊടുത്തിട്ടുണ്ട്, റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. അപ്പൊ അതിൽ ഫസ്റ്റ് കോളം നാച്ചർ ഓഫ് അക്കൗണ്ടിങ്, രണ്ടാമത്തെ കോളം ഡെബിറ്റ്, മൂന്നാമത്തെ കോളം ക്രെഡിറ്റ്. അപ്പൊ നാച്ചർ ഓഫ് അക്കൗണ്ടിങ് 3 അക്കൗണ്ടുകൾ കൊടുത്തിട്ടുണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, അതുപോലെ നോമിനൽ അക്കൗണ്ട്, ഇങ്ങനെ 3 കൊടുത്തിട്ടുണ്ട്. അതിൽ പേഴ്സണൽ അക്കൗണ്ടിൽ എന്താണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ഇത് റിസീവർ അല്ലെ, അത് റിസീവ് ചെയ്യുന്നവർ എന്ത് ചെയ്യണം, അവരെന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. അതുപോലെ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യുന്നത് ഗിവർ, ഗിവർ എന്ത് ചെയ്യുക, ക്രെഡിറ്റും ചെയ്യുക അല്ലെ, ആരാണോ തന്നത് അവരെന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റും ചെയ്യുക. അപ്പൊ അടുത്തത് റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ടിൽ എന്താ ഡെബിറ്റ് ചെയ്യേണ്ടത്, വാട്ട് കംസ് ഇൻ, എന്താണ്, ഏത് അസറ്റ് ആണ് വന്നത് അതിനെന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. അതുപോലെ ക്രെഡിറ്റ് റൂൾ എന്താണ് റിയൽ അക്കൗണ്ട്, വാട്ട് ഗോസ് ഔട്ട്, എന്താണ്, ഏത് അസറ്റ് ആണ് സാറിന് പോയിട്ടുള്ളത് അതിനെന്ത് ചെയ്യുക, ക്രെഡിറ്റും ചെയ്യുക. അടുത്തതാണ് നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് എന്താണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, എല്ലാ ചെലവുകളും എല്ലാ നഷ്ടങ്ങളും എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യുക. അതേസമയം എന്താണ്, എല്ലാ ഇൻകംസ് ആൻഡ് ഗെയിൻസ് എന്ത് ചെയ്യണം, ക്രെഡിറ്റും ചെയ്യണം നോമിനൽ അക്കൗണ്ടിൽ. അപ്പൊ ഇത് പഠിച്ചു വെക്കുക, ഇതാണ് ഇതിന്റെ റൂൾസ്. ഓക്കെ, അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും ടാലി ചെയ്യാൻ ഈ ഒരു റൂള് ബേസ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു തരേണ്ടത്. ഓക്കെ, ഇനി റൂൾസ് ഓഫ് സ്റ്റോക്ക് ഓർ ഗുഡ്സ് അക്കൗണ്ട്. സ്റ്റോക്ക് അല്ലെങ്കിൽ ഗുഡ്സിന് എന്താണ് വേറൊരു റൂൾ ഉണ്ട്. അതായത് ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്ഥാപനത്തിന് നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന ഐറ്റംസുകൾ എന്താ പറയാ, സ്റ്റോക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഗുഡ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിന്റെ റൂൾസ് ആണ്. അപ്പൊ ഗുഡ്സ് അക്കൗണ്ടിങ് കൊടുത്തിട്ടുണ്ട്, ഡെബിറ്റ് ക്രെഡിറ്റ് പറഞ്ഞിട്ട് 2 കോളം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം, നമ്മൾ ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ എന്താണ് എൻട്രി വരിക, എന്താണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അതായത് സ്ഥാപനത്തിൽ എന്തെങ്കിലും ഗുഡ്സ് വാങ്ങിക്കുകയാണ്, ഗുഡ്സ് വാങ്ങിക്കുന്ന സമയത്ത് എന്ത് ഡെബിറ്റ് ചെയ്യണം, എന്താ ഡെബിറ്റ് ചെയ്യേണ്ടത്. അവിടെ ഗുഡ്സ് വാങ്ങിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഗുഡ്സ് അക്കൗണ്ട് എന്ന് പറയാൻ പറ്റൂല. അവിടെ നമ്മൾ ഗുഡ്സ് വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, പർച്ചേസ് അക്കൗണ്ട് എന്നാണ് രേഖപ്പെടുത്തേണ്ടത്. ഓർത്തു വെക്കണം, സ്ഥാപനത്തിലോട്ട് ഗുഡ്സ് വാങ്ങിക്കുക എന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും ഗുഡ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് പറയരുത്. അവിടെ എന്താണ്, ഗുഡ്സ് വാങ്ങിക്കുകയാണെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അല്ലെ. ചിലപ്പോൾ ക്യാഷിനായിരിക്കും, ചിലപ്പോൾ എന്താണ്, നമ്മൾ കടത്തിന് വാങ്ങിക്കും, അങ്ങനെയാണെങ്കിൽ സപ്ലയറുടെ പേരാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഗുഡ്സ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, അല്ലെങ്കിൽ എന്താണ്, സപ്ലയർ ആണെങ്കിൽ ആ സപ്ലയറുടെ പേര് കൊടുക്കുക അല്ലെ. കടത്തിനാണെന്നുണ്ടെങ്കിൽ സപ്ലയറുടെ പേരാണ് കൊടുക്കേണ്ടത്. ഇപ്പൊ എന്റെ അടുത്തുനിന്ന് എന്ത് ചെയ്യാണ്, നിങ്ങളെ കമ്പനി എന്ത് ചെയ്യാണ്, കടത്തിന് സാധനം വാങ്ങിക്കുകയാണെന്ന് വെക്കുക. അപ്പൊ എന്താണ് നിങ്ങളെ ബുക്കിൽ രേഖപ്പെടുത്തുന്നത്, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെഫീഖ് അക്കൗണ്ട്, അങ്ങനെ രേഖപ്പെടുത്തണം. കാരണം എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ കടത്തിനാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് കാണിക്കുക, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെഫീഖ് അക്കൗണ്ട്. നേരെ മറിച്ച് എന്റെ കയ്യിൽ നിന്ന് എന്താണ്, നിങ്ങൾ എന്താണ് ക്യാഷ്, റെഡി ക്യാഷിന് വാങ്ങിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങളെ ബുക്കിൽ എന്താണ് കാണിക്കേണ്ടത്, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഓക്കെ, അപ്പൊ ഗുഡ്സ് വാങ്ങിക്കുന്ന സമയത്ത് എന്ത് ഡെബിറ്റ് ചെയ്യണം, പർച്ചേസ് അക്കൗണ്ട്. ക്രെഡിറ്റ് എന്ത് ചെയ്യണം, ക്യാഷിനെയോ അല്ലെങ്കിൽ സപ്ലയർ ആരാണോ അവരെ എന്ത് ചെയ്യണം, അതിൽ ക്രെഡിറ്റും ചെയ്യാം. ഇനി നമ്മൾ ഈ വാങ്ങിച്ച ഗുഡ്സ് ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യുക, കച്ചവടത്തിന് വേണ്ടി വാങ്ങിച്ചതാണ്, അതിനെന്ത് ചെയ്യണം, വിൽക്കുന്ന സമയത്തുള്ള എൻട്രി എന്താ വരിക, നമ്മൾ വിൽക്കുന്ന സമയത്ത് എന്താണ്, നമ്മള് ഗുഡ്സ് പോകുകയാണ് അല്ലെ. ഗുഡ്സ് പോകുമ്പോ എന്താണ്, നമ്മൾ അവിടെ പർച്ചേസ് പോകുക എന്നല്ല കാണിക്കുക, സെയിൽസ് എന്നാ കാണിക്കുക അല്ലെ. അപ്പൊ നമ്മൾ എന്താണ്, ക്യാഷിന് കൊടുക്കുകയാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് എന്നാണ് എൻട്രി വരിക. നേരെ മറിച്ച് എന്താണ്, നമ്മള് കടത്തിന് ഒരു കസ്റ്റമർ കടം പറഞ്ഞാണ്ടാണ് വാങ്ങിക്കണമെങ്കിൽ എങ്ങനെ കാണിക്കുക, ആ കടം വാങ്ങിക്കുന്ന ആളെ പേര് ഡെപ്റ്റർ ടു സെയിൽസ്. ഓക്കെ, അപ്പോ ഇവിടെ എന്ത് ചെയ്യണം, ഗുഡ്സ് സോൾഡ് ചെയ്യുന്ന സമയത്ത് എന്താ ഡെബിറ്റ് ചെയ്യേണ്ടത്, ക്യാഷ്, അല്ലെങ്കിൽ എന്താണ്, കസ്റ്റമർ ആരാണോ ആ കസ്റ്റമർ എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. അതുപോലെ എന്ത് ക്രെഡിറ്റ് ചെയ്യണം, സെയിൽസ് അക്കൗണ്ട് എന്ത് ചെയ്യുക, ക്രെഡിറ്റും ചെയ്യുക. ഇനി പർച്ചേസ് റിട്ടേൺ അല്ലെ. പർച്ചേസ് റിട്ടേൺ എന്ന് പറയുമ്പോൾ എന്താണ്, പർച്ചേസ് ചെയ്തുള്ള സാധനം എന്ത് ചെയ്യണേ, നമ്മൾ റിട്ടേൺ കൊടുക്കുക. നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഡിഫക്റ്റ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുക, റിട്ടേൺ കൊടുക്കുക. അപ്പൊ എന്ത് എൻട്രി വരിക, ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്തിന്റെ ഓപ്പോസിറ്റ് എൻട്രിയാണ് വരിക. അപ്പൊ ഈ സമയത്ത് ഡെബിറ്റ് ചെയ്യേണ്ടത് എന്താണ്, ക്യാഷിനെയോ സപ്ലയേഴ്സിന് എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. പർച്ചേസ് അക്കൗണ്ട് എന്ത് ചെയ്യുക, ക്രെഡിറ്റും ചെയ്യുക. അതുപോലെ എന്തുണ്ടാവും, നമ്മൾ സെയിൽസ് റിട്ടേൺ ഉണ്ടാവും അല്ലെ. നമ്മൾ വിറ്റ സാധനം നമുക്ക് തിരിച്ചു വരിക. അപ്പൊ ആ തിരിച്ചു വരുമ്പോൾ എന്താണ്, സെയിൽസ് ചെയ്തതിന്റെ ഓപ്പോസിറ്റ് എൻട്രി ഇവിടെ എന്താണ്, സെയിൽസിന് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അതുപോലെ ക്യാഷിനെ അല്ലെങ്കിൽ എന്താണ്, കസ്റ്റമർ എന്ത് ചെയ്യുക, ക്രെഡിറ്റും ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് ഓർത്തു വെക്കുക. സെയിൽസിന്റെയും സ്റ്റോക്ക് അക്കൗണ്ടിന്റെ റൂളും അതുപോലെ സാധാ അക്കൗണ്ടിന്റെ റൂളും എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്.